ഹേ ഗൈസ്, ഇറ്റ് മീൻസ് അനിത്ര സന്തോഷ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ആയി ഒരു ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ആഗ്രഹമുണ്ട്, ഇഷ്ടമില്ലായിട്ടൊന്നുമല്ല, പക്ഷേ പറ്റായിട്ടാണ് ഇടാത്തത്. അപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റന്നാളായിട്ടെൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇന്നേ വീട്ടിൽ ഫംഗ്ഷനാണ്. നമുക്ക് ഇന്ന് ഗ്രൂം ടു ബി നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കസിൻസിൻ്റെ വക ഒരു ഗ്രൂം ടു ബി ഉണ്ട്. അതേപോലെ നാളെ പിന്നെ പാർട്ടി, അത് കഴിഞ്ഞിട്ട് കല്യാണം, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വ്ളോഗൊക്കെ എടുക്കാം എന്ന് വിചാരിച്ചു. കുറേ ആയൊരു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് കുറേ പരിപാടിയുണ്ട്, കുറേ സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വർഷമെങ്കിലും എനിക്കൊരു പ്ലേ ബട്ടൺ എൻ്റെ സ്വപ്നമാണ്. എത്തുമെന്ന് അറിയില്ല, ചിലപ്പോൾ അത്യാഗ്രഹമായിട്ട് നിങ്ങൾക്ക് തോന്നാം. കാരണം 1K സബ്സ്ക്രൈബേഴ്സ് അല്ലേ, ഇവൾ ഇത്ര പെട്ടെന്ന് 100K ഒക്കെ എങ്ങനെ ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ തോന്നാം. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഓക്കെ. ആദ്യം നമ്മൾ ഫുഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബ്രെഡ് ഉണ്ടാവും, കറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ബ്രെഡ് ചായയും മുക്കിയിട്ട് കഴിക്കും. മധുരം കുറവാണ്, കുഴപ്പമില്ല. അപ്പം ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ബൈ. മാതാശ്രീ ഹായ്. ഗൈസ്, ഞാൻ അമ്മേൻ്റെ ലിപ്സ്റ്റിക്കും പൊട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ അവിടേക്ക് വന്നതാണ്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഇവിടെ അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള ഒരു ദൂരമേ ഉള്ളൂ. പന്തലിൻ്റെ പണിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ ഇവിടെയാണ് പന്തൽ വരുന്നത്. അതാണ് നമ്മുടെ കല്യാണ ചെക്കൻ. ഇതെന്റെ ഡാഡ, ഇതെന്റെ മമ്മ. തൊടു സുന്ദരിയായി. ഞങ്ങൾ ആരാണ് സുന്ദരി? ഞാൻ തന്നെ. ഇത് മേമ. ഒരു ഹായ് പറയും. എന്റെ ഭഗവാൻ, നമ്മുടെ കല്യാണ ചെക്കന്റെ അമ്മ ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ടൊക്കെ വന്നതാണ്. ഇത് നമ്മുടെ കല്യാണ ചെക്കൻ. ചെക്കൻ ഇങ്ങോട്ട് നോക്കൂ, ഹായ് പറയൂ. ഒരു ഹായ് പറയൂ. ഇതാണ് ഞാൻ ഉണ്ടാക്കി ഉപ്പുമാവ്, അടിപൊളിയാണ്. ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ? എന്തെങ്കിലും പറയില്ലേ? പറയാനില്ലേ? എന്നാ ചായ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. അങ്ങിരിക്കുന്ന ആളാണ് നമ്മുടെ കല്യാണ ചെക്കൻ്റെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും അമ്മയും നേരെ ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഓർണമെൻറ്റ്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പോയത് മണവാട്ടിയിലാണ്. അവിടെ അമ്മയ്ക്ക് മോതിരം അതേപോലെ തന്നെ കമ്മലും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഹിപ്പ് ചെയിനൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ഹിപ്പ് ചെയിനായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു മാലയാണ് അത്. അങ്ങനെ അതിട്ട് നോക്കിയിട്ട് അതിന് 2-3 കുളത്തൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇട്ടത്. പിന്നെ ഇത് വാങ്ങിയിട്ടുണ്ട് എന്നല്ലാതെ ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കല്യാണത്തിൻ്റെ സമയത്ത്. ഇത് ഉപയോഗിക്കുമായിരുന്നു, പക്ഷേ എനിക്കുള്ള ഹിപ്പ് ചെയിൻ വലിയമ്മ കൊണ്ടുവന്നു. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിപ്പോയി. അത് കുറച്ചുകൂടി ഹെവി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചാരിക്ക് അതായിരുന്നു മാച്ച്. ഞാൻ അതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇല്ല, അതങ്ങനെ നിൽക്കൂ. ആ ഡ്രസ്സിന് ഇങ്ങനത്തെ മോഡലല്ല.
പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് സെക്കൻഡ് സ്റ്റേഡൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും മുകളിൽ കാണുന്നത് ഞാൻ അവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഗോൾഡായിരുന്നു. അവിടെ മാത്രം എൻ്റെ ഗോൾഡ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് മേടിച്ചതാണ്. പിന്നെ ഞങ്ങൾ നേരെ കഷ്കയിലൊക്കെ പോയത് അമ്മയ്ക്ക് ഒരു ബ്ലാക്ക് ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഗ്രൂം ടു ബിക്ക് കളർ തീരുമാനിച്ചത് ബ്ലാക്ക് ആയിരുന്നു ഫാമിലി മൊത്തം. അപ്പോൾ അങ്ങനെ അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്കയിൽ പോയി. പക്ഷെ അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ അമ്മ. പിന്നെ അമ്മേൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ടു. ചോക്കറിന് ആ സാധനം കൂടി വരുമ്പോൾ രസം ഉണ്ടാവും. പിന്നെ അമ്മ വേണ്ട ഞാൻ ഇട്ടോളാം. അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഗോൾഡ് ഒന്നും ഇടാറില്ല, ഫാൻസി കമ്മലിടല. അപ്പോൾ ഫാൻസി കമ്മലിൻ്റെ കമ്പനിയെക്കാട്ടും ഒരു പടി എന്തായാലും വണ്ണം ഉണ്ടാവും നമ്മുടെ ഗോൾഡ് ടൈപ്പിന്. അപ്പോൾ ഇപ്പം ഞാൻ ഇട്ട ഈ ഒരു ജുംക്കയ്ക്ക് വലിയ വണ്ണമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് ഇടുമ്പോൾ എനിക്ക് വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് വണ്ണല്ലേ, അതാണ്. പിന്നെ അവിടുന്ന് ഒരു കോമ്പാക്ട് ബ്രഷും അമ്മമ്മയ്ക്ക് ഒരു ഡൈ ബ്രഷും മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. എരിയൂ രണ്ട് കഷണാണ് പൊട്ടിയതാ. എന്നാ പിന്നെ മുറിച്ചും കൊണ്ടാ തിന്നട്ടെ. എന്താ മോനൂട്ടിനൊക്കെ വേറെ കൊടുക്കാം. ചോറ് തിന്നാലോ അത് ചെറുള്ളൂ. ചോറ് മൊത്തം തിന്നിടണോ? തീരണോ? ഞാൻ ചോറ് മുഴുവൻ കഴിച്ചെങ്കിൽ തരുമോ? പ്രോമിസ്. ഓക്കെ. പപ്പടൊക്കെ പൊടിഞ്ഞിട്ടല്ലോ മൊത്തം ചെറുത്ത്. എല്ലാം മുറിഞ്ഞത്. തല്ലി ഒടിച്ചു. പപ്പടം വേണോ? ഞാൻ വീട്ടിലെത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രൂം ടു ബീൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് അത് തന്നെയല്ലേ, ബ്ലാക്ക് കർട്ടൻ തന്നെയല്ലേ വരുന്നത്? ഓക്കെ. ഏട്ടുണ്ടാവില്ല എന്നാല് ഞാൻ പോട്ടെ. അങ്ങനെ ഞാൻ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം ഏച്ചീൻ്റെ കൂടെ ടൗണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏച്ചിക്ക് കല്യാണത്തിന് ഇടാനുള്ള മാലയും കമ്മലും ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മേടിക്കാനുണ്ടായിരുന്നു. എനിക്ക് കല്യാണത്തിൻ്റെ സാരിക്ക് ഷേപ്പ് വെയർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് അതും എടുത്തു. ഏച്ചി കുറച്ച് ചോക്കറൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ അവിടുന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തു. കമ്മൽ നമ്മൾ വേറെ ഷോപ്പിൽ പോയിട്ടാണ് കേട്ടോ എടുത്തത്. നോക്കട്ടെ. പിന്നെ ഞാൻ അവിടുന്ന് ഒരു മൈലാഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. വലിയ കാര്യത്തിന് എടുത്തതാണ്. തിരക്ക് കാരണം ഇതൊന്നും ഇടാൻ പോലും പറ്റിയിട്ടില്ല ഗൈസ്. ബാഗ് കാണിച്ചു കൊടുക്കും. പിന്നെ നമുക്ക് ഗ്രൂം ടു ബീൻ്റെ ഡെക്കറേഷനുള്ള സാധനങ്ങളും ഒക്കെ റിബണും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ മേടിച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എക്സ്പ്രഷൻ കൊണ്ടൊക്കെ സൂപ്പർ പറയും. ടേസ്റ്റ് ഉണ്ടെങ്കിൽ 7 മണിക്കായിരുന്നു നമ്മൾ ഗ്രൂം ടു ബി പ്ലാൻ ചെയ്ത്. നമ്മൾ ടൗണിൽ നിന്ന് ഇറങ്ങി കേക്കൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും എത്താനും ലേറ്റായി. അങ്ങനെ നമ്മളതൊരു 8 മണിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. 7 മണിക്കായിരുന്നു നമ്മൾ ഗ്രൂം ടു ബി തീരുമാനിച്ചത്. ഇപ്പം 7:45, 8 മണിക്ക് നടത്താതെ വിചാരിക്കുന്നത്. വേഗം റെഡി ആവണം. റെഡി ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ഞാൻ റെഡിയായി. മേക്കപ്പ് കൂടെ കഥകൾ തുറക്കുന്ന മതിരമതായണി പരിമള. സ്വർഗത്തിങ്കാലെത്തിപ്പെട്ട പാട്ട് പാടണം.
കഥകു തുറക്കുന്ന മതി ഭ്രമഗായിനി പരിമളഗാത്രേ പിന്നെ തപ്പിൽ മുട്ടുന്നു പിന്നെ കോലിൽ കൊട്ടുന്നു പിന്നെ നെഞ്ചിൽ തട്ടുന്നു ഇരുമൈതലേ താളം തമ്മിൽ കൊള്ളാനായി പിന്നെ ആമി കൊണ്ടതാ വണ്ണം എണ്ണം വന്നോന സ്വർഗത്തിങ്കലെത്തിപ്പെട്ട എത്തിമെനാളെ പറഞ്ഞോ നിങ്ങളല്ലേ എന്താ പറയട്ടെ, അപ്പൊ ഒന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. കലാപരിപാടി ഗംഭീരമാക്കാൻ സഹായിച്ച ഏവർക്കും നന്ദി. ഇതിന്റെ എല്ലാം കോർഡിനേറ്റർ ഞാനാണ്. വെരി ഗുഡ്. ഞാൻ എനിക്ക് തന്നെ ആദ്യം തന്നെ നന്ദി. ഞാന്റെ പേര് പറയും. എന്റെ പേര് പറയും. ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്തത് അപ്പുവേട്ടനാണ്. അപ്പുവേട്ടൻ അതിന് വലിയൊരു താങ്ക്സ്. അക്ഷയ് ബാബു. എന്റെ പേര് പറയാ. എന്റെ പേരോ? എന്റെ പേര് ആർക്കും അറിയില്ലേ? സനീദ്ര. ഫോട്ടോ എടുക്കും, ഫോട്ടോ എടുക്കും. സനീദ്ര സന്തോഷ്. പിന്നെ ആരാ ഫോട്ടോ എടുക്കും? ഗൈസ്, അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ ഫാമിലി. ഏട്ടൻ്റെ അടുത്ത് നിൽക്കുന്നത് അച്ഛൻ, അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നത് ഏട്ടൻ്റെ തൊട്ട് താഴെയുള്ള അനിയൻ, പിന്നെ അമ്മേൻ്റെ അടുത്ത് നിൽക്കുന്നത് ഏറ്റവും ഇളയ അനിയൻ. ഏട്ടൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ മൂത്ത ഏട്ടൻ്റെ മകനാണ് കേട്ടോ. ഈ ബോളൊക്കെ തിന്നുന്നേ? ബോളൊന്നും തിന്നാൻ പറ്റില്ല. ബാക്കിയുള്ള ബോംബൊന്നും പിടിച്ച അവരെ അടിക്കാൻ അത് പ്രത്യേകം ഒരു പറഞ്ഞിരിക്കുന്നു.
ഇതാണ് ഇവിടുത്തെ ലൈറ്റിൻ്റെ കഴിവടിയായിട്ടുണ്ട്. മുകളിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് വീട്, കല്യാണ വീട്. എല്ലാവരും ഗ്രൂം ടു ബി കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവരും പോയി. നമ്മൾ ഫാമിലി കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കാം കേട്ടോ. ഗൈസ്, ചിക്കൻ കറി ഉണ്ട്, പച്ചക്കറി ഉണ്ട്, ഉപ്പേരി ഉണ്ട്, അച്ചാറുണ്ട്, വെള്ളമുണ്ട്, ചോറുണ്ട്, മറ്റേതില് കക്കറച്ചിയുണ്ട്, കൊഞ്ചുണ്ട്, പുട്ടുണ്ട്, ചിക്കൻ കറിയും ചിക്കൻ പീസും എല്ലാം ഉറപ്പുണ്ടോ? പേര് പപ്പടില്ല. പോരാ, ഹേ ഗായ്സ്, അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. സമയം 12:45, 1 മണിയാവാനായി. നല്ല ടയേർഡാണ്. അപ്പോൾ ഒന്നുമായി ഫ്രഷായിട്ട് കിടന്നുറങ്ങട്ടെ, നാളെ നേരത്തെ എണീക്കാനുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ്, ഇനി കല്യാണം എല്ലാം ഞാൻ വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് നിങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ. ബൈ.